വന്യജീവികളെല്ലാം എല്ലാവർക്കും എല്ലാവർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ കാണാൻ പറ്റാതെ വരുന്ന ഒരവസരത്തിൽ അതിനെപ്പറ്റി പഠിക്കാനോ ചില ജീവികൾ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുണ്ടാവും. അപ്പോൾ അതങ്ങനെ നശിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അവസ്ഥയിൽ അതിനെ പ്രത്യേകിച്ച് മാറ്റി കൺസർവ് ചെയ്തിട്ട് അതിനെ കൂടുതൽ ബ്രീഡ് ചെയ്ത് അതിനെ പുതിയൊരു വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ വെളിയിൽ വെച്ച് അതിനെ പ്രിസർവ് ചെയ്യും. വെളിയിൽ വെച്ച് അതിനെ സംരക്ഷിച്ച് അതിനെ പരിപാലിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ബാക്കിയുള്ള പൊതുജനങ്ങൾക്കെല്ലാം ഈ ജീവികളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അതിൻ്റെ സ്വഭാവ വിശേഷണങ്ങൾ നേരിട്ട് അറിയാനുള്ളൊരു അവസരം കൂടി കാണിക്കുന്നുണ്ടാവും. ലോകത്തിൻ്റെ പല സൂകളും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് അതിൻ്റെ സൗകര്യങ്ങളും ആ ഫെസിലിറ്റീസും ആ സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ സൗകര്യങ്ങളും അതിന് നാച്ചുറൽ എൻവയൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതിനുള്ള ഓപ്പൺ സ്പേസിൽ കൊടുക്കുക. പിന്നെ അതിന് മറ്റുള്ള ഫോറസ്റ്റിൻ്റേതായുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അത് നാച്ചുറൽ എൻവയൺമെൻറ്റ് ആ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കുറച്ചും കൂടി മൃഗങ്ങളൊക്കെ ആവാന്നുള്ളൊരു ഒന്നും കൂടി ഡെവലപ്പാക്കാം. കാരണം വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പറഞ്ഞ ഏരിയയാണല്ലോ. നമുക്ക് എന്തായാലും ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യം കൂടിയാണ്. എനിക്ക് യോജിപ്പില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എനിക്ക് യോജിപ്പില്ല അതിനോട്. കാരണം അത് പറന്ന് നടക്കേണ്ട പക്ഷികളാണ്. ഓപ്പൺ സൂ ആണ് ഏറ്റവും ബെറ്റർ. അതാണ് ഏറ്റവും നല്ലത്. തൃശ്ശൂർ നേരത്തെ തന്നെ 1900 ആ കാലഘട്ടങ്ങളിൽ തന്നെ തൃശ്ശൂർ സൂ ഉണ്ട്. പിന്നെ കുറച്ച് കാലങ്ങളിൽ തൃശ്ശൂർ ആൾക്കാർ കുറയുകയും പിന്നെ അതിനെ മദ്രാസിലേക്ക് മാറ്റുകയും വീണ്ടും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് തൃശ്ശൂർ സൂ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കുറച്ച് വർഷം 10-20 വർഷത്തിന് മുമ്പ് തന്നെ കുറച്ച് മൃഗങ്ങൾ അവിടെ വെച്ച് മരിക്കാനിടയായി. അത് ഒരു വളരെയധികം ചർച്ചാ വിഷയമായ ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്തപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കുന്ന അന്നത്തെ ഭരണാധികാരികളും ബാക്കിയുള്ള അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഈ തൃശ്ശൂർ സൂവിൽ സ്പേസ് കുറവായതിനാൽ അവിടെ മൃഗങ്ങൾക്ക് ഓരോ മൃഗങ്ങൾക്കും താമസിക്കുന്ന ആവശ്യമായ സ്ഥലമില്ല എന്നും അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായതെന്നും വിലയിരുത്തുകയും അതിന് പരിഹാരമായിട്ട് കുറച്ചുകൂടി വിസ്താരമായ ഒരു സ്ഥലത്തിലേക്ക് മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. അതിനുവേണ്ടി പിന്നെ ഒരുപാട് ചർച്ചകളും എല്ലാം നടന്നു. അങ്ങനെയാണ് തൃശ്ശൂർ സൂ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക വകുപ്പാണ് അതിൽ നിന്നും വനവകുപ്പിനെ ഏൽപ്പിക്കാനും വനവകുപ്പിൻ്റെ സ്ഥലത്ത് അത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം ഈ സൂ ആയിട്ട് മാറ്റി അതിനെ ഈ മൃഗങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി വനവകുപ്പിനെ ഏൽപ്പിക്കാനും തീരുമാനമാകുകയും അതും പ്രകാരമാണ് ഇത് വനവകുപ്പ് ഏറ്റെടുത്ത് ഈ പുത്തൂർ എന്നുള്ള സ്ഥലത്തുള്ള ഒരു റിസർവ് ഫോറസ്റ്റിനെ 350ഓളം ഏക്കർ വരുന്ന ആ ഒരു ഏരിയ ഈ സുവോളജി പാർക്കിൽ ആക്കുന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ നടപടികൾ തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തി നിൽക്കുന്നത്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെൻറ്ററും കൂടിയാണ്. അതായത് നമുക്ക് ബ്രീഡിംഗ് പോളിസി എല്ലാ സ്ഥലത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടാവും. ആ കേസുകളിൽ ഫോർ എക്സാമ്പിൾ സിംഹവാലൻ കുരങ്ങ്, അപ്പോൾ അതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനിമൽസാണ്. അപ്പോൾ അതിന് അതേപോലത്തെ ബേഡ്സുകളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ബ്രീഡിങ് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രീഡിങ് ഇവിടെ മസ്റ്റാണ്. പക്ഷേ അത് എല്ലാ ആനിമൽസിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഹെൽത്ത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫൈ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ആനിമൽസിന് വംശനാശം നേരിടുന്ന ആനിമൽസ് ആൻഡ് ബേഡ്സിനെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ അനിമൽസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളതെന്നുള്ള അവർ 2 തരത്തിലുള്ള ഹെൽത്ത് എന്ന് പറയുന്നത് അവർക്ക് ഫിസിക്കൽ ഹെൽത്തും ഉണ്ട്, മെൻ്റൽ ഹെൽത്തും ഉണ്ട്. അപ്പം ശരിക്കും അവരുടെ ഒരു ഹാബിറ്ററ്റ് തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള സ്ഥലം, അവർക്ക് അവരുടെ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാനുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് അതൊക്കെ നമ്മളൊരു റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം CZA എന്ന് പറയും, CZA സെൻട്രൽ സൂ അതോറിറ്റീൻ്റെ റെഗുലേഷൻസിൽ നമുക്ക് കുറേ ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. ഒരു ഇത്ര അനിമൽസ് വരുമ്പം മിനിമം ഇത്ര സ്പേസ് വേണം. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടുത്തെ എൻക്ലോഷേഴ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആനിമൽസിനെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല കാട്ടിൽ നിന്ന് മുറിവേറ്റ് മറ്റേ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ സുവോളജിക്കൽ പാർക്കിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ക്രാളുണ്ട്, എക്സർസൈസ് യാർഡുണ്ട്, പിന്നെ ഓപ്പൺ ഏരിയ ഉണ്ട്. അങ്ങനെ 3 തട്ടുകളിലായിട്ടാണ്.
മറ്റ് ആനിമൽസിൻ്റെ ഒക്കെ എൻക്ലോഷറുകൾ മിക്കതും ഒരു ഹയർ എലിവേഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത്, അപ്പോൾ അവർക്കൊരു ഫിയറും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും. അവരൊരു ഉയർന്ന ഒരു ലൊക്കേഷൻ ആകുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് അതിനനുസരിച്ച് ആ ഒരു പേടിയൊക്കെ കുറവായിരിക്കും. ഇതിനകത്ത് മറ്റേ തൃശ്ശൂർ സൂവിനേക്കാളും വ്യത്യസ്തമായ ഒരു കാര്യം, ഒന്ന് സ്ഥലം വളരെ കൂടുതലുണ്ട്. പിന്നെ ഓരോ മൃഗത്തിനെയും നമ്മൾ തൃശ്ശൂർ സൂവിൽ കാണുന്ന ഒരു കേജിനകത്തായിരിക്കും കാണുക, ഒരു കൂട്ടിനകത്തായിരിക്കും കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല, ജനങ്ങൾ കാണാൻ പറ്റുന്നത് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ കാണുന്ന ഒരു പ്രതീതിയിലായിരിക്കും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു വിഷനിലാണ് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് ഡിസൈൻ ചെയ്തതെന്നും അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്.